പൈസ കൊടുത്തു എന്ന കാര്യത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടായിരുന്നെങ്കിൽ ശോഭാ സുരേന്ദ്രന്റെ പ്രതികരണം കണ്ടതോടുകൂടി ആ സംശയം അങ്ങ് തീർന്നു കിട്ടി. ആ നിലയിലുള്ള ഉരുളലായിരുന്നു ശോഭാ സുരേന്ദ്രൻ ആ പ്രതികരണത്തിൽ നടത്തിയതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കയ്യോടെ പിടികൂടിയിട്ടും ഇങ്ങനെ ന്യായീകരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ കാണാതെയും ഇരുട്ടിന്റെ മറവിലും ഇവർ എന്തൊക്കെ ചെയ്തിട്ടുണ്ടാകും എന്നതുകൂടിയാണ് ഈ സംഭവത്തിലൂടെ വെളിവാകുന്നത്. ഒരിക്കൽ പറയുന്നു കാറിലുണ്ടായിരുന്നത് എന്റെ നിഴലാണെന്ന്, പിന്നീട് പറയുന്നുണ്ട് ഈ പൈസ കൊടുത്ത സ്ത്രീയുടെ വല്യമ്മയാണ് ആ വീട്ടിലുണ്ടായിരുന്നത്. അതായത് വെള്ള ചുരിദാറും മുല്ലപ്പൂവും വെച്ചൊരു നിഴലിന് പിന്നാലെ ആ നിഴലിനൊരു വല്യമ്മ കൂടി. ഇവർ ആരോടാണ് ഇത് പറയുന്നത്? നമ്മളടക്കം ആ ദൃശ്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രനോട് ഇതിനെക്കുറിച്ചൊക്കെ ചോദിക്കുന്നത്. ആ പൈസ കൊടുത്ത സ്ത്രീ ആ കാറിൽ ഇരിക്കുന്നത് വ്യക്തമായും തന്നെ നമുക്ക് കാണാം. ആ ദൃശ്യം കാണിച്ച് ചോദിക്കുമ്പോഴാണ് പറയുന്നത് നിഴലാണെന്നും പിന്നീട് ആ നിഴലിന്റെ ഒരു വല്യമ്മയെ കൂടി ചിത്രത്തിലേക്ക് കൊണ്ടുവരികയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് ഇവിടെ. ഈ കോൺഗ്രസ് പ്രവർത്തകരാണല്ലോ ഇതിന്റെ പിന്നാലെ പോയി ഇത് കണ്ടെത്തുന്നതും അത് ദൃശ്യങ്ങളിൽ പകർത്തുകയും ചെയ്തത്. അവരോട് ശോഭാ സുരേന്ദ്രൻ സ്വീകരിക്കുന്ന ഒരു നില കൂടി നമ്മൾ കാണുകയാണ്. അതുപോലും ജനാധിപത്യത്തിന് എത്രമാത്രം വെല്ലുവിളി ഉയർത്തുന്നതാണ് എന്നതുകൂടിയുണ്ട് സ്കേൻ. മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നിപ്പോൾ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഒരു വെടിപാടുണ്ടായി ആ കോൺഗ്രസ് പ്രവർത്തകർ ശോഭാ സുരേന്ദ്രന്റെ പിന്നാലെ പോകുകയും ഇത് പകർത്തുകയും ചെയ്തതായിരിക്കില്ല, അത് ഉറപ്പാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലും ആ മണ്ഡലത്തിൽ പ്രത്യേകിച്ചും ഇതൊക്കെ നടന്നിട്ടുണ്ട് എന്നുള്ള കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കണമല്ലോ ഇന്നിപ്പോൾ ആ യുവാക്കൾ അവരെ പിന്തുടരുകയും അത് ദൃശ്യങ്ങളിൽ പകർത്തുകയും ചെയ്യുന്നത്. ഇതിപ്പോൾ ഉത്തരേന്ത്യയിൽ നടക്കുന്നു എന്നുള്ളത് അത് പറയപ്പെടുന്ന കാര്യം മാത്രമല്ല, അത് യാഥാർത്ഥ്യമാണ്. സ്കേൻ എന്റെ അച്ഛൻ മഹാരാഷ്ട്രയിൽ ഒരു കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അവിടെ അതൊരു സീ ഫുഡിന്റെ എക്സ്പോർട്ടിംഗ് കമ്പനിയാണ്. അപ്പോൾ അവിടുത്തെ സാധാരണക്കാരായ പ്രാദേശിക തലത്തിലുള്ള ഒരുപാട് സ്ത്രീകൾ ജോലിക്ക് വരുന്ന ഒരു സ്ഥാപനമാണിത്. അപ്പോൾ ഓരോ തെരഞ്ഞെടുപ്പിന്റെ സമയത്തും അവരോട് ഇങ്ങനെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അവർ പറയും അത്രേ, ആരാണോ കൂടുതൽ പണം തരുന്നത് അവർക്കാണ് വോട്ട് ചെയ്യുക എന്ന് പറയുമെന്ന്. അപ്പോൾ ഇവരോടൊക്കെ ജനാധിപത്യത്തെ കുറിച്ച് എത്ര പറഞ്ഞാലും അവർക്കത് ബോധ്യമാകുകയില്ല. എല്ലാ തെരഞ്ഞെടുപ്പിലും അവർ ഇങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ട് കൂടുതൽ പണവുമായി അവരുടെ വീട്ടിലേക്ക് എത്തുന്ന ഓരോ പാർട്ടിയുടെയും നേതാക്കളെ. ആ ഒരു സംസ്കാരം കേരളത്തിലേക്ക് കൊണ്ടുവരാനാണ് ഇവർ ശ്രമിക്കുന്നത് എന്നതുകൂടിയുണ്ട് ഇതിന്റെ ഏറ്റവും അപകടം. മാത്രമല്ല ഈ വോട്ട് ചെയ്യാൻ പോകുന്ന ജനങ്ങളെ അപ്പോൾ ഇവർ എങ്ങനെയാണ് കാണുന്നത്? ഈ പിച്ചക്കാശ് വാങ്ങി വോട്ട് ചെയ്യാൻ കാത്തിരിക്കുന്ന ആളുകളായാണോ അപ്പോൾ BJP പോലൊരു രാഷ്ട്രീയ പാർട്ടി ജനങ്ങളെ കാണുന്നത് എന്നതുകൂടിയുണ്ട്. എന്തായാലും അത്യന്തം ഗുരുതരമായ സംഭവമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടൽ നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യും.